വീണ്ടും ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്നുള്ള മരണവാർത്തയാണ് പുറത്തുവരുന്നത്. വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറിയിൽ ജീവൻ അവസാനിപ്പിക്കുന്ന വാർത്തകൾ ഒരുപാട് വരുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കുസാറ്റിലെ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ജീവനൊടുക്കിയത്. ആലപ്പുഴ കരിയിലക്കുളങ്ങര സ്വദേശിയായ 21 വയസ്സുകാരൻ ധനുഷാണ് ഇപ്പോൾ അന്തരിച്ചതായുള്ള വാർത്ത പുറത്തു വരുന്നത്. വീണ്ടും ഹോസ്റ്റൽ മുറിയിൽ വിദ്യാർത്ഥിയുടെ മരണം എന്നതും ആത്മഹത്യ എന്നതും വളരെയധികം എല്ലാവരെയും വീണ്ടും ആശങ്കയിൽ നിർത്തുന്നു. അച്ഛനമ്മമാർ ഒരുപാട് പ്രതീക്ഷകൾ കൈവച്ചാണ് മക്കളെ പലരെയും ഇങ്ങനെ അയക്കുന്നത്. എന്നാൽ അതിനിടയിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവം എല്ലാവരെയും ഞെട്ടിക്കുകയും ഒരേ സമയം വേദനിപ്പിക്കുകയും ചെയ്യുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വിദ്യാർത്ഥിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുസാറ്റിലെ ബിടെക് 3-ാം വർഷ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു ധനുഷ്. പഠിക്കാൻ അത്യാവശ്യമുള്ള എല്ലാ കഴിവുമുള്ള വിദ്യാർത്ഥിയാണ്. എല്ലാവരോടും വളരെ നന്നായി സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനും. അങ്ങനെ പറയാൻ പറ്റിയ അല്ലെങ്കിൽ പറയത്തക്ക ഒരു ദുശീലവും അദ്ദേഹത്തിൻ്റെ കൈകളിലില്ല. സർവകലാശാല ക്യാമ്പസിലെ സഹാറ ഹോസ്റ്റലിൽ ധനുഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുസാറ്റിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മിടുക്കനായ വിദ്യാർത്ഥി കൂടിയായിരുന്നു ധനുഷ്. മരണകാരണം എന്താണെന്ന് നിലവിൽ വ്യക്തമല്ല. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് പ്രാഥമിക നടപടി പൂർത്തിയാക്കിയിട്ടുമുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സഹപാഠികളും അധ്യാപകരും സർവകലാശാല അധികൃതരുമെന്ന് വ്യക്തമായി പറയാൻ സാധിക്കാം. ധനുഷിന്റെ കുടുംബത്തെ വിവരമറിയിച്ച അവരും ഒരു ഞെട്ടലിലാണ്. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെയും മറ്റ് ഹോസ്റ്റൽ അധികൃതരെയും ഹോസ്റ്റലിൽ താമസിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ഒക്കെ ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണും പരിശോധിച്ച് മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ. അതിനെക്കുറിച്ച് അത്തരത്തിൽ മാത്രമേ സംസാരിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെടുത്ത് തന്നെ പറയുന്നത്. എല്ലാവരും ഇപ്പോൾ ധനുഷിൻ്റെ മരണത്തിൽ ഒരു ഞെട്ടൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഹോസ്റ്റൽ മുറിയിൽ പല വിദ്യാർത്ഥികളും തൂങ്ങി മരിക്കുന്ന വാർത്ത വർദ്ധിച്ചു വരികയാണ് ദിനം പ്രതി. അതാണ് മറ്റൊരു വിഷമം എന്നതുകൂടി നമ്മൾ പറഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലാക്കിയേ തീരും. ഓരോ തവണയും പ്രേക്ഷകർ ഇത്തരത്തിൽ വാർത്തയോട് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന മറ്റു മക്കളുണ്ട്. അവരുടെ അവസ്ഥയെ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദുഃഖം തോന്നുന്നു. എന്തെങ്കിലും വിഷമങ്ങൾ നമ്മളോട് പറയാതെ മറച്ചു വയ്ക്കുന്നുണ്ടോ എന്നാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നത്. എല്ലാവരും വൃത്തിയായി തന്നെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ തന്നെ വളരെയധികം കൃത്യമായി പറയുന്നത് പോലെ പ്രേക്ഷക പ്രീതിയോടെ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രേക്ഷകർ വളരെ കൃത്യമായി സംസാരിക്കുന്നത് പോലെ എല്ലാ മലയാളികളും ഈ ഒരു വാർത്തയെക്കുറിച്ച് കൃത്യതയോടെയാണ് സംസാരിക്കുന്നത്.